തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. പാമ്പാടി നിള നദിയിൽ ദീപം തെളിയിച്ച് മുൻ പ്രധാനമന്ത്രിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് തിരുവല്ലാമലയിലെ കോൺഗ്രസ് പ്രവർത്തകർ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർ പാമ്പാടി നിള നദിയിൽ ദീപം തെളിയിച്ച് സ്മരണാഞ്ജലി അർപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എ മുരളി, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് മിഥുൻ മുരളീധരൻ, എസ് മുരുകേശൻ, സുരേന്ദ്രൻ, സതീഷ്, വി സുരേഷ് കുമാർ, എം സന്തോഷ്, മാധുരി, രമ ബാലൻ, ജാഫർ, അർജുൻ കെ ജെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനോ മാത്രമല്ല, ലോകത്തിന് തന്നെ നഷ്ടമാകുന്ന രീതി നമ്മളൊക്കെ കണ്ടുവരാറുണ്ട്. ഇത്തരത്തിലൊരു വലിയ നഷ്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വികസനം. 2 ടൈം പ്രധാനമന്ത്രിയുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മളൊക്കെ ഒത്തുപിരിഞ്ഞ് ഇന്നത്തെ 2ാം ദിവസമായിരുന്നു. തിരുവല്ലാമലയിലെ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചതിന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേടുന്നതിന് വേണ്ടി നിളാനദിയുടെ തീരത്തെ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത് ആദ്യത്തിന് അവരെ ആരംഭിക്കുകയാണ്. അതോടൊപ്പം നമുക്കൊക്കെ തന്നെ അറിയാം, മൻമോഹൻ സിംഗിന്റെ പ്രവർത്തനങ്ങൾ വളരെ മിതഭാഷിയായിരുന്നു, വളരെ സൗമ്യനായിരുന്ന ഏറ്റവും നല്ല ഭരണാധികാരി കൂടിയായിരുന്നു മൻമോഹൻ. ലോകത്താകെ സാമ്പത്തിക മാന്ദ്യം പിടികൂടിയപ്പോഴും അതിൽ നിന്നെല്ലാം ഇന്ത്യയെ കാത്തു സൂക്ഷിച്ച അല്ലെങ്കിൽ കാത്തു സംരക്ഷിച്ച അദ്ദേഹത്തിന്റെ പ്രഭാവവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും നമുക്കൊക്കെ തന്നെ അറിവുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടലായി മാറിയിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതി, അത് തുടങ്ങാനും താഴേക്കടയിലുള്ള അദൃശ്യവൽക്കരിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനസമൂഹത്തെ പൊതുധാരയിലേക്ക് ഉയർത്താനുമൊക്കെ അദ്ദേഹം കണ്ട രീതിയായിരുന്നു തൊഴിലുറപ്പ് സംവിധാനം. നമുക്കൊക്കെ തന്നെ അറിവുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല നിയമങ്ങളുടെയും പിന്നിൽ അദ്ദേഹത്തിന്റെ കരങ്ങളുണ്ടായിരുന്നു നമുക്കൊക്കെ തന്നെ അറിയാം. അത് വിവരാവകാശ നിയമമായാലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമമായാലും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്ന പല നേട്ടങ്ങളുമാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. CCV ന്യൂസ്, തിരുവല്ലാമല.